ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് സ്വാഗതം. കമ്പനി ബോർഡ് LGS സിലബസിൽ പൊതുജനാരോഗ്യം എന്ന ഭാഗത്തു നിന്ന് 10 മാർക്കിനാണ് ചോദിക്കുന്നത്. അത് 4 മൊഡ്യൂളാണ് തന്നിരിക്കുന്നത് കേട്ടോ. സാംക്രമിക രോഗങ്ങളും രോഗകാരികൾ, അതുപോലെ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഈ 4 മൊഡ്യൂളാണ് തന്നിരിക്കുന്നത്. അതിൽ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും എന്ന ഭാഗത്ത് നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. നോക്കാം. സാംക്രമിക രോഗങ്ങളും രോഗകാരികളും. ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെ നിർവചിക്കുന്നത് മാനസികവും ശാരീരികവും സാമൂഹികമായ സുസ്ഥിതി എന്നാണ് കേട്ടോ. രോഗങ്ങൾക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവികളാണ് ബാക്ടീരിയ. വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് എപ്പിഡമിക് എന്നാണ് അറിയപ്പെടുന്നത്. ഉദാഹരണം മഞ്ഞപ്പനി, വസൂരി, അഞ്ചാം പനി, പോളിയോ എന്നിവയാണ് അതിന് ഉദാഹരണങ്ങൾ. സമൂഹത്തിൽ വളരെ കാലങ്ങളായി നിലനിൽക്കുന്നതും പൂർണ്ണമായി തുടച്ചു മാറ്റാൻ കഴിയാത്തതുമായ രോഗങ്ങൾ അറിയപ്പെടുന്നത് എൻഡമിക്കിന് ഉദാഹരണം മലേറിയ ആണ്. കാരണമറിയാത്ത രോഗങ്ങൾ അറിയപ്പെടുന്നത് ക്രിപ്റ്റോജനിക് രോഗങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് അതിവേഗം പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് പാൻഡമിക്കിന് ഉദാഹരണം COVID-19, പ്ലേഗ്, വസൂരി, ക്ഷയം. ഇതെല്ലാം ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് അതിവേഗം പടർന്നു പിടിക്കുന്ന രോഗങ്ങളായ പാൻഡമിക്കിന് ഉദാഹരണങ്ങളാണ് കേട്ടോ. ആശുപത്രിയിൽ നിന്നും പകരുന്ന രോഗങ്ങളാണ് നോസോകോമിയൽ രോഗങ്ങൾ എന്നറിയപ്പെടുന്നു. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് സുണോസിസ് എന്നത്. അതിന് ഉദാഹരണമാണ് എലിപ്പനി, പ്ലേഗ്, വെസ്റ്റിനിൽ പനി. ഏതാണ്? മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് സുണോസിസ്. ഉദാഹരണം എലിപ്പനി, പ്ലേഗ്, വെസ്റ്റിനിൽ പനി എന്നറിയപ്പെടുന്നു. മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങൾ അറിയപ്പെടുന്നത് എപ്പിസൂട്ടിക് എന്നാണ് അറിയപ്പെടുന്നത്. ലോക ജന്തുരോഗ ദിനം ജൂലൈ 6 കേട്ടോ. അപ്പോൾ ലോക ജന്തുരോഗ ദിനം ജൂലൈ 6. തെറ്റായ ജീവിതശൈലിയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ എന്നത്. ഉദാഹരണം ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, പൊണ്ണത്തടി, പക്ഷാഘാതം, ഹൃദയരോഗങ്ങൾ, ക്യാൻസർ. ഇതെല്ലാം തെറ്റായ ജീവിതശൈലിയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളാണ്. അടുത്തത് അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ച് നോക്കാം. രോഗം ബാധിക്കുന്ന അവയവം തലച്ചോറാണ്. രോഗകാരി നെഗ്ലേറിയ ഫൗലേറി, അക്കാന്ത അമീബ, സാപ്പിനിയ, ബാലമുത്തിയാന, വെർമാമീബ എന്നീ അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗങ്ങളാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നവരിലും നീന്തുന്നവരിലും വളരെ അപൂർവമായി ഉണ്ടാകുന്ന രോഗബാധയാണിത്. മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിച്ചിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരങ്ങൾ വഴിയോ കർണപടത്തിൽ ഉണ്ടാകുന്ന സുഷിരങ്ങൾ വഴിയോ അമീബ തലച്ചോറിലേക്ക് കടക്കുകയും മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഉണ്ടാവുകയും ചെയ്യുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം രോഗം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നില്ല. പ്രാഥമിക ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. തീവ്രമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്ത് തിരിക്കുക. രോഗകാരികളായ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലം ഉണ്ടാകുന്നതും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നതുമായ രോഗങ്ങളാണ് സാംക്രമിക രോഗങ്ങളെന്ന് അറിയപ്പെടുന്നു കേട്ടോ. ഉദാഹരണം ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, ക്ഷയം. ഇതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. സാംക്രമിക രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണം കണ്ടു തുടങ്ങുന്നതുവരെയുള്ള കാലയളവാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് അറിയപ്പെടുന്നത്. സാൽമോണ